ജമ്മുകശ്മീരിലെ പൂഞ്ചിൽ ഏറ്റുമുട്ടലിൽ രണ്ട് ഭീകരരെ വധിച്ചു. കൊല്ലപ്പെട്ടത് പാക് ഭീകരർ എന്നാണ് സംശയം. വിനീത വിജയ് വിവരങ്ങളുമായി. വിനീത, ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഓപ്പറേഷൻ മഹാദേവ് നടന്നത്. പെഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കുള്ള 3 പേരെയും വധിച്ചു എന്നൊക്കെയുള്ളത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കേന്ദ്രം സ്ഥിരീകരിക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ കൂടുതൽ അവിടെ ഏറ്റുമുട്ടലുകളും പോരാട്ടവും ഒക്കെ നടക്കുന്നു എന്നതാണോ പുതിയ വിവരം? തീർച്ചയായും അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓപ്പറേഷൻ മഹാദേവിന് പിന്നാലെ ജമ്മുകാശ്മീരിലെ വിവിധ മേഖലകളിൽ ശക്തമായിട്ടുള്ള തെരച്ചിൽ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് അത് ആരംഭിച്ചിട്ടുണ്ട്. വിവിധ മേഖലകളിൽ അത് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് പൂഞ്ചിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം ചില സംശയാസ്പദമായ സാഹചര്യത്തിൽ ചില ആളുകളെ കണ്ടതായി വിവരം സൈന്യത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ആ മേഖലകളിലേക്ക് ശക്തമായിട്ടുള്ള ഒരു പരിശോധന നടത്തുകയായിരുന്നു. ഇതിനിടയിലാണ് ചിലർ നുഴഞ്ഞുകയറാൻ ശ്രമിച്ചതായിട്ടുള്ള ഒരു വിവരം കൂടി ലഭ്യമായിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ നുഴഞ്ഞുകയറാനുള്ള ഒരു ശ്രമം അത് സൈന്യം പരാജയപ്പെടുത്തിയത് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. ഈ തെരച്ചിലിനിടെയാണ് ഭീകരരും സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടിയത്. ജമ്മുകാശ്മീരിലെ പൂഞ്ചിൽ ഈ ഏറ്റുമുട്ടലിനിടെ ഇപ്പോൾ 2 ഭീകരരെ സൈന്യം വധിച്ചിട്ടുണ്ട്. ഇവർ പാകിസ്ഥാനിൽ നിന്നുള്ള പാക് ഭീകരരെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇവരെ പറ്റിയുള്ള കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തകം തന്നെ നമുക്ക് അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതാണെങ്കിലും ആ മേഖലയിലുണ്ടായ നുഴഞ്ഞുകയറ്റ ശ്രമം സൈന്യം പൂർണ്ണമായും പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയുള്ള ചില പ്രദേശവാസികൾ നൽകിയ വിവരത്തിന്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു സൈന്യം ആ മേഖലകൾ കേന്ദ്രീകരിച്ച് ഇന്ന് രാവിലെ മുതൽ തെരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. മറ്റു മേഖലകളിലെല്ലാം സമാനമായിട്ടുള്ള വ്യാപക തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ആ മേഖലയിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നുവെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ട്. ജമ്മുകശ്മീരിലെ പൂഞ്ചിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. 2 ഭീകരരെ വധിച്ചു എന്നതാണ് ഏറ്റവും പുതിയ വിവരം.